നമസ്കാരം. ഒരു സത്യത്തെയും അധിക നാൾ മൂടി വെക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അത് എത്ര വൈകിയാണെങ്കിലും പുറത്ത് വരിക തന്നെ ചെയ്യും എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോ ഒരു പെരുന്നുണ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും BJP-യുടെ ഒക്കെ ഒരു സ്പോൺസേഡ് നുണ കുറെ നാളുകൾക്ക് ശേഷം പൊളിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 2024 ജൂണിൽ സംഭവിച്ച ഒരു കാര്യമാണ്. എരഞ്ഞോളിയിൽ ഒരു കോൺഗ്രസ്സുകാരന്റെ ആൾതാമസമില്ലാത്ത വീടിന്റെ പറമ്പിൽ ഒരു വയോധികൻ 85 വയസ്സുള്ള വേലായുധൻ തേങ്ങ പെറുക്കാൻ വേണ്ടി ചെല്ലുന്നു. അവിടെ വെച്ച് തേങ്ങ ശേഖരിക്കുന്നതിനിടയിൽ ഒരു സ്റ്റീൽ ബോംബ് പൊട്ടി അദ്ദേഹം മരിക്കുകയാണ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തത് വലിയ വിവാദങ്ങളാണ്. മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്ന് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. വേലായുധൻ ഇത്തരത്തിൽ സ്റ്റീൽ ബോംബ് പൊട്ടി അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുമ്പോൾ വേലായുധനെ അവിടെ നിന്ന് നേരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് CPM-ന്റെ പല പ്രവർത്തകരും നേതാക്കളും ഒക്കെയാണ്. അദ്ദേഹത്തെ ശുശ്രൂഷയൊക്കെ അവരാണ്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, വേലായുധന് ജീവൻ നഷ്ടപ്പെടുകയാണ്. പിന്നീട് നടക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളാണ് നമ്മളെയൊക്കെ ഏറെ ഞെട്ടിച്ചത്. അതായത് അതിന് പിന്നിൽ പാർട്ടിക്കാരാണ്, CPM ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി രംഗത്തേക്ക് വരുന്ന കാഴ്ച എല്ലാവരും കണ്ടു. ആ പെൺകുട്ടിയുടെ പേര് സീന എന്നായിരുന്നു, എരഞ്ഞോളി സീന. അന്ന് സീന നടത്തിയ ആ പ്രതികരണം ആദ്യം നമുക്കൊന്ന് കാണാം. ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് 3 ബോംബ് ഇവരെടുത്തോട്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെ ആൾക്കാർ പാർട്ടിക്കാരെടുത്തോട്ട് പോയിട്ടുണ്ട്. അമ്മ എത്ര കാലം പിടിച്ചു വെക്കാൻ പറ്റും? എത്ര കാലം പിടിച്ചു വെക്കാൻ പറ്റും? അത് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇല്ല, ഇത് പിന്നെ ഇങ്ങനെ തന്നെ നിൽക്കണ്ട. ഞങ്ങളിവിടെ ജനിച്ചപ്പോ തന്നെ ഇവിടുത്തെ ആൾക്കാർ 96 ഇവിടുത്തെ ആൾക്കാർ. ഇവര് ഹബ്ബാണ് ഇവരുടെ. അത് ഇതിന്റെ അടുത്തായിരുന്നു ഹബ്ബ് ഉണ്ടായിരുന്നത്. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ. കേട്ടല്ലോ, ഒരു നിഷ്പക്ഷയായ പെൺകുട്ടി സംസാരിക്കുന്നത് പോലെ സീന കിടന്നിങ്ങനെ ആറാടിയപ്പോൾ മാധ്യമങ്ങൾ അതൊക്കെ എടുത്ത് വലിയ രീതിയിൽ തന്നെ വളരെ വലിയ സെൻസേഷണൽ ന്യൂസ് ആയിട്ട് കൊടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുവല്ലേ. അന്ന് ഈ പറയുന്ന പോലെ നോക്കൂ, CPM-ന്റെ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ക്രൂരത മൂലം ജീവിക്കാൻ പോലും കഴിയാത്ത ഒരു പെൺകുട്ടി, അവൾ അറ്റാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ആ തുറന്നു പറച്ചിൽ നിന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ പെൺകുട്ടിയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ട ആളുകളൊക്കെ നിരവധിയാണ്. അന്നേ ഇത്തരത്തിലൊരു പ്രതികരണം രേഖപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞതാണ്, അതായത് ഇവർ തികഞ്ഞ BJP ആണ്, ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, ഇത് മുഴുവൻ നാടകമാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി നമുക്ക് നമ്മുടെ ചാനലിനെതിരെയൊക്കെ സംഘപരിവാരങ്ങൾ അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. കാരണം ഷാഫി പറമ്പിൽ അന്ന് അവിടെ എത്തിയപ്പോഴാണല്ലോ ഈ പറയുന്നത് പോലെ എരഞ്ഞോളി സീന ഇത്തരത്തിലുള്ള പ്രതികരണമൊക്കെ രേഖപ്പെടുത്തി വല്ലാത്ത രീതിയിലുള്ള നാടകം കളിച്ച് അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതാക്കളും ഈ പറയുന്ന സീനയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സീന തലശ്ശേരിയിലെ BJP-യുടെ മണ്ഡലം സെക്രട്ടറിയായി ചുമതലയേറ്റിരിക്കുകയാണ്. അവര് BJP-കാരിയാണ് എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഞാൻ അന്നേ പറഞ്ഞാണ്, ഈ എരഞ്ഞോളി സീനയുടെ വീടിന്റെ ഈ ബോംബ് പൊട്ടിയ, അതായത് സ്റ്റീൽ ബോംബ് പൊട്ടിയ ആ ഭാഗത്ത് ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ BJP കോൺഗ്രസ് ആളുകളാണ്. BJP കോൺഗ്രസ് കോട്ടയാണ് അത് എന്നുള്ളതാണ് വസ്തുത. അവിടെ CPM-ന് വലിയ ഒരു സ്ട്രോങ് ബെൽറ്റ് ഉള്ള സ്ഥലമൊന്നുമല്ല. മാത്രമല്ല അവിടെ നിന്ന് സീനയുടെയൊക്കെ വീട്ടിൽ നിന്ന്, അതായത് ബോംബ് പൊട്ടിയ ആ സ്ഥലത്ത് നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു അവിടെ കമ്മിറ്റി ഓഫീസ് ഉള്ളത്. അപ്പോ സ്വാഭാവികമായി ഇതൊക്കെ നമുക്ക് കോർത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ കൂട്ടി വായിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇവര് ഈ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിൽ മുഴുവൻ ഇങ്ങനെ ബോംബ് ഉണ്ടാക്കലും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സാറേ ഇവിടെ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് സീന രംഗത്തേക്ക് വന്നപ്പോഴേ നമുക്ക് മനസ്സിലായതാണ് ഇതിന് പിന്നിൽ വ്യക്തമായ ഒരു കളിയുണ്ട് എന്നുള്ളത്. പിന്നെ ഈ സീനയെ പൊക്കി പിടിച്ചുകൊണ്ട് BJP-യും കോൺഗ്രസും ഒരേ സ്വരത്തിൽ പല രീതിയിൽ താളത്തിൽ ഇങ്ങനെ അങ്ങ് ബാലൻസ് ചെയ്ത് അങ്ങ് ഗീർവാണം അടിക്കാൻ തുടങ്ങിയപ്പോഴേ തോന്നിയതാണ് ഇതിന് പിന്നിൽ ഇവരൊക്കെ ഈ പറയുന്നത് പോലെ ഒരു അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ എന്തായി? ഇപ്പോ എരഞ്ഞോളി സീന BJP-യുടെ മണ്ഡലം സെക്രട്ടറിയായി അങ്ങ് വരുമ്പോ എന്തേ കോൺഗ്രസ്സുകാരൊന്നും പറയുന്നില്ല? എന്തേ ഇപ്പൊ ആരും ഒന്നും മിണ്ടുന്നില്ല? ഈ സീനയെ പൊക്കി പിടിച്ചുകൊണ്ട് നിഷ്പക്ഷയാണ് ഇവൾ എന്ന് പറഞ്ഞ് കണ്ടില്ലേ, ഇതുപോലുള്ള പെൺകുട്ടികളെയാണ് ആവശ്യമെന്ന് പറഞ്ഞു നടന്ന ആളുകൾക്ക് എവിടെ പോയി എന്ന് ചോദിച്ചു വെക്കുകയാണ്. അന്നേ ഇവരുടെ സംസാരത്തിൽ നമുക്ക് മുഴുനീളം കാണാൻ സാധിച്ചത് എന്താണ്? അതായത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയമായിരുന്നു. അന്നേ നമ്മൾ പറഞ്ഞു, ഉപതെരഞ്ഞെടുപ്പിന് നമ്മുടെ മാധ്യമങ്ങളും കൂടി കൊണ്ടുവന്ന ഒരു ഐറ്റം, ഒരു എക്സ്ക്ലൂസീവ് സാധനമാണ് ഇതെന്ന്, അതൊരു ഫേക്ക് എക്സ്ക്ലൂസീവ് സാധനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനെതിരെ ജനങ്ങളെ തിരിക്കാൻ വേണ്ടി കിട്ടിയ നല്ലൊരു ടൂളായിരുന്നു. ആ ടൂള് നല്ല രീതിയിൽ ഉപതെരഞ്ഞെടുപ്പിന് മാധ്യമങ്ങളും അതുപോലെ തന്നെ BJP-യും കോൺഗ്രസും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അല്ലെ. അതായത് ഈ പെൺകുട്ടി ഇതപ്പോ വേട്ടയാടാൻ പോവുകയാണ്, ഈ പെൺകുട്ടിയെ വിളിച്ച് ആൾക്കാർ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് എന്ത് ജാതി നുണകളാണ് ഇവരൊക്കെ പ്രചരിപ്പിച്ചത്. അതായത് ബൈ ഇലക്ഷന്റെ സമയം എന്നത് മാത്രമല്ല ഇവിടെ കാണേണ്ടത്. അതായത് സംസ്ഥാന സർക്കാരിനെ, LDF സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള നീക്കങ്ങൾ
കോൺഗ്രസും BJP ഒക്കെ കൈകോർത്ത് നടത്തി, മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ചു. ഇത്തരത്തിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ പോലും ജനങ്ങൾ സർക്കാരിനൊപ്പം തന്നെ നിലയുറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ എരഞ്ഞോളി സീനയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം ആളുകൾ, ഈ എരഞ്ഞോളി സീനയെ വിശ്വസിച്ച ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ തള്ളി കളയുന്നില്ല. പക്ഷെ അവർ കൂടി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു, അയ്യോ ഞങ്ങൾക്കും അബദ്ധം പറ്റിയെന്ന്. ഇങ്ങനെയാണ് മാധ്യമങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെ, LDF സർക്കാരിനെതിരെ വ്യാജ വാർത്തകൾ നിർമ്മിച്ചെടുക്കുന്നത്. ഓർക്കുന്നില്ലേ, EP ജയരാജനെതിരെ എഴുതാത്ത ആത്മകഥ എഴുതിയെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത കൊടുക്കുകയാണ്. പിന്നീട് അത് പെരുന്നുണയായിരുന്നു എന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമ ആ ആത്മകഥ പ്രദർശിപ്പിക്കാനായിട്ട്, ആത്മകഥ പുറത്തുവിടാനിരുന്ന ആ DC ബുക്സ് തന്നെ രംഗത്തേക്ക് ഒന്ന് പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. അതൊരു ഫേക്ക് വാർത്തയായിരുന്നു, ഞങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ആത്മകഥ എഴുതാൻ വേണ്ടി ഒരു ടെൻഡറും EP ജയരാജൻ തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴും മാധ്യമങ്ങൾ അത് തിരുത്തി പറഞ്ഞില്ല കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മാധ്യമങ്ങൾ ഒരു വാസ്തവവും വസ്തുതയും തിരിച്ചറിയാതെ, അല്ലെങ്കിൽ അതൊന്നും പരിശോധിക്കാതെ ഇടതുപക്ഷത്തിനെതിരെ വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്ന അത്തരം കാഴ്ചകളാണ് നമ്മളിപ്പോൾ സ്വാഭാവികമായും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ആദ്യത്തെ കേസൊന്നുമല്ല, സീനിയറുടെ കേസ് മാറ്റി നിർത്താം, EP ജയരാജനെ മാറ്റി നിർത്താം. ഓർക്കുന്നില്ലേ ഒരു മറിയ ചേട്ടത്തി, അതായത് നമ്മുടെ ഇവിടെ പെൻഷൻ മേടിക്കുന്നത് 64 ലക്ഷം ആളുകൾക്ക് നമ്മൾ പെൻഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സാഹചര്യത്തിൽ ഒരു ഘട്ടത്തിൽ സർക്കാരിന് ഈ പെൻഷൻ കൊടുക്കുന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നതിൽ ചെറിയ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ചെറുതായിട്ടൊന്ന് പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ഈ 64 ലക്ഷം പേരിൽ ഒരു 100 പേരോ 200 പേരോ പോട്ടെ, ഒരു 10 പേര് പോലും ഞങ്ങളെ സർക്കാർ പറ്റിച്ചു എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നില്ല കേട്ടോ. അവർക്കറിയാം പെൻഷൻ മുടങ്ങിയാലും പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഒരുമിച്ച് തരുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് അവർക്കറിയാം. മാത്രവുമല്ല വലിയ തോതിൽ തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് അവർക്കറിയാം. അവരെ നന്നായിട്ടറിയാവുന്ന ഒരു സർക്കാരാണെന്ന് കേരളം ഭരിക്കുന്നതെന്ന് അറിയാം. അതുകൊണ്ട് അവരാരും രംഗത്തേക്ക് വന്നില്ല. ആ സമയത്ത് മറിയ ചേട്ടത്തി എന്ന് പറയുന്ന ഒരു ചേട്ടത്തിയെ എടുത്തുകൊണ്ട് UDFും BJP രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. VD സതീശനൊക്കെ നടത്തിയ ആ ചേട്ടത്തെയും വെച്ചുകൊണ്ട് നടത്തിയ നാടകങ്ങളൊക്കെ എന്ത് രസമായിരുന്നു അല്ലെ. അത് മാത്രമല്ല സുരേഷ് ഗോപി ഇതാ പോകുന്നു മറിയ ചേട്ടത്തിയുടെ വീട്ടിലേക്ക്, എന്തൊക്കെ രീതിയിലുള്ള പ്രഹസനമായിരുന്നു. അന്നും നമ്മൾ പറഞ്ഞു ഇത് BJPയുടെയും കോൺഗ്രസിന്റെയും അവരുടെ രണ്ടുപേരുടെയും കൂടിയുള്ള നാടകമാണെന്ന്. അവസാനം എവിടെയാണ് മറിയ ചേട്ടത്തിയെ നമ്മൾ കണ്ടത്? മറിയ ചേട്ടത്തിനെ കണ്ടു സുരേഷ് ഗോപി പങ്കെടുത്ത തൃശ്ശൂരിലെ ഒരു പരിപാടിയിൽ, കുമ്മൻ രാജശേഖരൻ അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ അമ്മച്ചി സംസാരിക്കുകയാണ്. കോൺഗ്രസിനെതിരെ അക്ഷരം വേണ്ടില്ല, സംസാരം മുഴുവൻ ആർക്കെതിരെയാണ്? ഇടതുപക്ഷത്തിനെതിരെ. അങ്ങ് നീന്നിരുന്ന് അങ്ങ് നുണ പറയുകയാണ്. അങ്ങ് വല്ലാത്ത രീതിയിലുള്ള ഒരു ഇടത് വിരുദ്ധത അമ്മച്ചി അങ്ങ് പറയുകയാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവസാനം കേന്ദ്രം പൈസ തന്നപ്പോ ഈ പറയുന്നത് പോലെ എല്ലാവർക്കും പെൻഷൻ കൊടുക്കാനവർക്ക് കൊടുത്തു കേട്ടോ. മാത്രമല്ല ഈ മുടങ്ങിയ സമയത്ത് അമ്മച്ചി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് രംഗത്തേക്ക് വന്നപ്പോ അമ്മച്ചിക്കെതിരെ ഇവിടെ പല ആളുകൾ രംഗത്തേക്ക് വന്നു. ആര് രംഗത്തേക്ക് വന്നു? പെൻഷൻ മേടിക്കുന്ന ആളുകൾ രംഗത്തേക്ക് വന്നു. ഈ അമ്മച്ചിയുടെ ലക്ഷ്യം, മറിയ ചേട്ടത്തിന്റെ ലക്ഷ്യം അത് ഇടതുപക്ഷത്തിനെതിരെ ജനങ്ങളെ തിരിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന സാഹചര്യം ഉണ്ടായി. ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത, പല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളും മറിയ ചേട്ടത്തിക്കെതിരെ രംഗത്തേക്ക് വന്നു. ഇപ്പൊ എവിടെ പോയി മറിയ ചേട്ടത്തി? എന്തുകൊണ്ടാണ് മറിയ ചേട്ടത്തിനെ എടുത്തുകൊണ്ട് ഇപ്പോ കോൺഗ്രസ്സുകാരോ BJPക്കാരോ രംഗത്തേക്ക് വരാത്തത്? അപ്പൊ ഓരോ സമയത്തും ഇടതുപക്ഷത്തിനെതിരെ ഇങ്ങനെ ഓരോ ആളുകളെ ഇറക്കി വിട്ടുകൊണ്ട് വ്യാജ നിർമ്മിതികൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളുടെ കൂട്ടും പിടിച്ചുകൊണ്ട്. എത്രയെത്ര നുണകളാണ്, എത്രയെത്ര നുണക്കഥകളാണ് ഇവർ കൊണ്ടുവന്ന് ഇറക്കിയത്. നമ്മൾ കണ്ടതല്ലേ നിരവധി നുണക്കഥകൾ. മാത്രമല്ലല്ലോ ഇപ്പൊ തന്നെ നോക്കൂ, ഈ ഇടക്കാലത്ത് ഒരു കുറച്ച് നാളത്തെ നമ്മൾ ഒരു വാർത്തകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച പല ആരോപണങ്ങൾ എടുത്തു നോക്കിയാൽ ഏതിലാണ് കടമ്പുണ്ടായിട്ടുള്ളത്? ഇപ്പൊ തന്നെ ഈ ഇടക്കാലത്തല്ലേ ഈ മാസപ്പടിവാദവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടനെ ഹൈക്കോടതി ചവിട്ടി പുറത്താക്കിയത്? എന്തൊക്കെ മേളമായിരുന്നു! മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രി മകൾക്കെതിരെ ഇല്ലാത്ത പെരുന്നുണ പറഞ്ഞു അല്ലെ. CMRL എക്സാലോജിക്കിന് 1.72 കോടി കൊടുത്തു, അതുകൊണ്ട് മുഖ്യമന്ത്രി അങ്ങ് അകവഴിഞ്ഞ് അവരെ മറ്റൊരു രീതിയിൽ അങ്ങ് സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തിയില്ലേ? അപ്പോഴും എന്താണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്? എന്റെ കൈ ശുദ്ധമാണ്, എന്റെ മടിയിൽ കനമില്ല, ഏതൊരു അന്വേഷണ ഏജൻസി വന്നാലും ആ അന്വേഷണം നേരിടാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാ അന്വേഷണവും നടത്തിയല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവസാനം ഇവന്മാരൊക്കെ ഉന്നയിച്ച ആരോപണം പെരുന്നുണയാണെന്ന് തെളിഞ്ഞു അല്ലെ. ഒരു തെളിവ് പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല. അൻവറൊക്കെ നടത്തിയ വലിയ രീതിയിലുള്ള ഗീർവാണം എന്തൊക്കെയായിരുന്നു? അപ്പൊ വ്യാജ നടികളിലൂടെ വ്യാജ പ്രചരണങ്ങൾ ഇറക്കി, ഇതുപോലുള്ള പുതിയ അവതാരങ്ങളെ കൊണ്ടുവന്ന് ഇറക്കി. അത് പേരിൽ മാത്രമേ മാറ്റുള്ളൂ, സീന, അതുപോലെ തന്നെ മറിയ, അങ്ങനെ പല പേരുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അങ്ങനെ കുറെ ആളുകൾ കൊണ്ടുവന്ന് ഇറക്കി സർക്കാരിനെതിരെ
ഒരു വികാരം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ഈ ചട്ടിയിൽ വേവില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇപ്പൊ എമ്പുരാൻ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഈ നരേന്ദ്രമോദി കരുത്തനായ നേതാവാണെന്ന് പറഞ്ഞു നടന്ന മല്ലിക സുകുമാരൻ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞതെന്ന് എല്ലാവരും കേട്ടില്ലേ? അതായത് പിണറായി വിജയനെ പോലുള്ള നേതാക്കളാണ് നമുക്ക് ആവശ്യം, ഇനിയും LDF തന്നെ അധികാരത്തിൽ വരട്ടെ, പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരട്ടെ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരൊറ്റ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയല്ല, മൊത്തത്തിലുള്ള ഒരു കേരളത്തിലെ ജനങ്ങളുടെ വികാരങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന പല സർവേകളുടെയും ആകെ തുകയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേറൊന്നുമല്ല, ഇനിയും LDF 3.0 സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇനി കോൺഗ്രസിൽ അടുത്ത പ്രതിപക്ഷ നേതാവ് മുസ്ലിം ലീഗിൽ നിന്ന് വേണോ അതോ കോൺഗ്രസിൽ നിന്ന് വേണോ എന്ന കാര്യം മാത്രം ഇനി ചർച്ച ചെയ്താൽ മതി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.